മട്ടി എന്ന് പറയുന്ന മരത്തിന്റെ കായാണത്രേ. ഭയങ്കര കയ്പാണ് കേട്ടാ. ആ ഞാൻ വായിൽ വെച്ച് നോക്കി. അവിടെ എന്താ മറിഞ്ഞു കിടക്കുന്നല്ലോ. ആഹാ ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ആ സ്ഥലം. ഏതാ സ്ഥലം എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇവിടെയായിരുന്നു ആ കുളം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ മൂടി. ഇത്രയും ഭാഗം അച്ചാച്ചൻ കൊടുത്തെന്ന് ഞാനത് ഇന്ന് അറിയുന്നത്. ഒരു 20 സെൻറ്റ് ഇവിടെ അച്ചാച്ചൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു ആ കുളം. ഈ മനോഹരമായ ഈ കുളത്തിലാണ് ഒരു 57 വർഷം മുന്നേ ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീണത്. വൃത്തക്കേട് കാണിച്ചതാണ്, വേറെ ഒന്നുമല്ല. കല്ലെടുത്ത് എറിഞ്ഞ് ഇങ്ങനെ കുളത്തിലോട്ട് എറിയുമ്പോൾ, ആ വെള്ളത്തിലോട്ട് എറിയുമ്പം എന്ത് രസമല്ലേ അതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരുന്നത് കാണാൻ. അങ്ങനെ കളിച്ച് മമ്മി ഇവിടെ തുണി തിരുമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. തൊട്ടടുത്ത് ഞങ്ങളുടെ കുഞ്ചോപ്പൻ, ഞാൻ കുഞ്ചോപ്പൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ. തൊട്ടപ്പുറത്ത് എൻ്റെ കുഞ്ചോപ്പനും ഉണ്ടായിരുന്നു. കുഞ്ചോപ്പനും ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, തുണി നനച്ചുകൊണ്ടിരിക്കുന്നു. മമ്മി ഇപ്പുറത്ത് തുണി നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കുളത്തിൻ്റെ അപ്പുറത്ത് ഞാനിരുന്ന് കല്ലുകൾ എറിഞ്ഞെറിഞ്ഞ് ഞാൻ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ പോയി. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അപ്പോഴേക്കും കുഞ്ചോപ്പൻ എന്ത് പറഞ്ഞെന്നറിയോ? അയ്യോ മമ്മി, ജോളി പണി കുളത്തിൽ വീണേന്ന്. മമ്മിക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സത്യം, കുഞ്ചോപ്പൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേ പോയേനെ മണ്ണൂർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അറിയാലോ. ഏതായാലും കുഞ്ചോപ്പൻ അത് പറഞ്ഞു. മമ്മി എടുത്ത് ചാടി എന്നെ വലിച്ച് പൊക്കി ചന്തയ്ക്ക് 2 എണ്ണം പടച്ചു. അതെന്തിനാ? അതൊക്കെ എനിക്ക് വലുതായപ്പോഴാണ് മനസ്സിലായി എന്തിനാ അടിച്ചതെന്നുള്ളത്. പേടിക്കാതിരിക്കാൻ. എൻ്റെ അമ്മോ, അതിനോട്ട് ഉള്ളിലോട്ട് വീണും വെള്ളം കുടിച്ചതും പോരാ, എനിക്ക് കിട്ടിയ അടി. മമ്മിയുടെ ആ അടി ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. ദൈവമേ, ഇത് അത്ര വലിയ കുളമൊന്നും പറയാനൊക്കത്തില്ല. എന്നാൽ അത്യാവശ്യം ഞാൻ ഈ കാണിക്കുന്നത് ഇത്ര ഇങ്ങനെ ഞാൻ കാണിക്കാവേ. ഇതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ മെഷീൻ ഉണ്ടായിരുന്നു, മോട്ടർ അടിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുളമാണെന്ന് ആരെങ്കിലും പറയുമോ? ഇതെല്ലാം മണ്ണിട്ട് മൂടി. മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ അമ്മ വീട്ടുകാരുടെ. ആ വശമൊക്കെ നമ്മുടെ ആയിരുന്നു, ഈ വശം നമ്മൾ കൊടുത്തു. എൻ്റെ ദൈവമേ, എന്തുവാ സാധ്യത, പേടിയാണ്. വനത്തിലാണ് ഞാൻ നിൽക്കുന്നത്, വനത്തിൽ. വേണ്ട, തെങ്ങും തൊപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? എന്നെ അമ്മായി വിളിക്കും. അമ്മായിയുടെ ഇപ്പോഴത്തെ കുളം കാണിക്കാൻ അതുകൂടെ കാണിച്ചു തരാവേ. ഞാൻ വളരെ വളരെ ശ്രദ്ധിച്ച് ഓരോ കാൽ അടികളും വയ്ക്കുന്നു. ഇല്ലെങ്കിൽ എവിടെയാണ് വീഴുന്നതെന്ന് എനിക്കും വലിയ നിശ്ചയമില്ല. എന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെയൊന്നും ആക്കിയതിന് ശേഷം ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടില്ല. ഓണത്തിന് ഞാനും എൻ്റെ നീയക്കുട്ടിയും കൂടെ ഇവിടെ കുറേ പൂക്കൾ പറിക്കാൻ വന്നു. ഓക്കെ, ഞാനേ 4:15 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതുവരെ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്തോട്ട് എത്തിയിട്ടില്ല. അതിനെങ്ങനെ ഇതൊക്കെ പിടിക്കുമല്ലേ? കണ്ടോ, ഒരു മിനിറ്റ്. എൻ്റെ പൊതിയും കെട്ടും ഇരിക്കുന്നുണ്ട്. അമ്മായി തന്ന ചക്കയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ബാഗും ഒക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇവിടാണ് എൻ്റെ വീട്. ഇപ്പം കാണിച്ചു തരാം. പറഞ്ഞാൽ കേൾക്കൂല, അതുകൊണ്ടേ ഈട ഞാനിടാം. അവിടെ നിൽക്ക്. ഇനി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ എനിക്കറിയത്തില്ല നീന്തൽ. അത്ര വലിയ പരിശ്രമമൊന്നുമില്ല. പണ്ടങ്ങാണ്ട് മമ്മി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അതോ മീൻ പൊന്തി വരുന്നാ. ഇതിൽ കുട്ടി മീനുകൾ. ഹായ്, സൂപ്പർ. ഈ വലിയ മീൻ വരുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ മക്കളെ? ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞ് ഇത് കല്ലല്ല കേട്ടോ, അതോ മീൻ തീറ്റയാണ്. അന്ന് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞ കുളത്തിലോട്ട് വീണത്. മനസ്സിലായോ? ഞാൻ 2 പ്രാവശ്യം കുളത്തിൽപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നീന്തൽ അറിയാവേ? കുളത്തിൽ പെട്ടു. പുള്ളിക്കാരത്തി ഓണത്തിന് തിരുവോണത്തിന്റെ ഒന്ന്. ആഹാ, വെരി ഗുഡ്. ഒരു 10 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ കുളത്തില് അമ്മ ഭക്ഷണമൊക്കെ ആയപ്പോ. ഇത് പുതിയതായിട്ടുണ്ടാക്കിയ കുളമാണ്. ഇത് എത്ര കൊല്ലമായി? കണ്ടോ, മീൻ വളർത്താനായിട്ട് ഉണ്ടാക്കിയതാണ്. നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ അടുത്ത് മീൻ പിടിച്ചോ? ഓക്കെ. എങ്കിൽ ഇത് കല്ലല്ല, മീൻ തീറ്റയാണ്. ഒന്ന് ഇട്ട് കൊടുക്കാവേ, പൊന്തി വരുമോ നോക്കട്ടെ. സൂപ്പർ. ഇതിലെന്തൊക്കെ മീനാണ്? കട്ട്ലയോ? എന്ത് നെട്ടറാണോ ദൈവത്തിനറിയാം. സൂപ്പർ. ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ വരാറുണ്ടോ? ഓക്കേ, ഇത് മുഴുവൻ ഇട്ട് കൊടുക്കട്ടെ. ഓ
അവിടെ ആരും വന്നില്ല. ഇവരെല്ലാവരും ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടാ. അതേ വന്ന് ഇവിടെ ഇട്ട് കൊടുക്കാവേ, അപ്പോൾ കാണും. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞത്, എൻ്റെ ആളുകൾ പറഞ്ഞത് തെറ്റത്ത് നിൽക്കണ്ട കേട്ടോ, ഒത്തിരി അകലെ മാറി നിന്ന് വീഡിയോ പിടിച്ചാൽ മതി, പണിയുണ്ടാക്കല്ലേ എന്ന്. മമ്മിയാണേ പണ്ടത്തെ മമ്മി അല്ലല്ലോ. ഞാൻ നീക്കിടുവാടെ, ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി, എനിക്ക് പേടി. ഓ അപ്പ അയ്യടാ. അതെ, മീൻ തീറ്റ കൊടുക്കാൻ ഞാൻ വരാട്ടാ. എപ്പോഴാ കൊടുക്കുക? ഞാൻ എന്നും സ്കൂളിൽ വിട്ടിട്ട് ഇതുവഴി വരാം. രാവിലെ കൊടുക്കുവോ? രാവിലെ ഒന്നും എനിക്ക് വരാനൊക്കില്ല. സ്കൂളിൽ പോകുന്നതിന് മുന്നത്തെ ഒരു കാര്യവും നടക്കത്തില്ല. വൈകിട്ട് വന്നിട്ട് എന്ത് കാര്യം വേണേൽ നടക്കും. ആഹാ, ഇതൊക്കെ അച്ചാച്ചൻ്റെ പറമ്പാണേ. ദേ അടക്കയുടെ ഒരു എന്തോന്ന് കിട്ടിയത്, തൊപ്പി. ഞാനൊരു വിധമായി കേട്ടോ. ഈശ്വരാ.